മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായം 43-44 വായിക്കാം. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടില്ലയോ? ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പറഞ്ഞാൽ ഇപ്പോൾ അവന്റെ സന്തതികളായിത്തീരും. അത് വിശ്വാസത്താലാ, പുറത്തതിനെ കാണത്തില്ല. അതാ പ്രശ്നം. നമുക്കുള്ള സൗന്ദര്യം, സ്റ്റാറ്റസ്, നമ്മുടെ പഠിത്തം, ഡിഗ്നിറ്റി, അത് മാത്രം കാണും. മറ്റുള്ളവർക്ക് കാണാൻ പറ്റും, നമുക്കും കാണാൻ പറ്റും. നമ്മൾ അതിൽ സന്തോഷിക്കും. ദൈവം ലോകത്തിലേക്ക് നോക്കി 3 കാര്യങ്ങൾ പറഞ്ഞു. ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപം. ഈ 3 കാര്യവും ലോകത്തിലുണ്ട്. അതാ പ്രശ്നങ്ങൾ കണ്ണാടി പോലെ. അതുകൊണ്ട് നമുക്കറിയാം അതെന്തുവാ, പക്ഷെ വെളിപ്പെടത്തില്ല. പലപ്പോഴും നമ്മളെ കണ്ട് അത് വെളിപ്പെടുമ്പോൾ അതെങ്ങനെ മാറും? അവനെ പോലെ ആയിത്തീർന്ന് അത് കാണാം. അതുകൊണ്ട് വിശ്വാസത്തെ അംഗീകരിക്കണം. എല്ലാവരും പറഞ്ഞാട്ട് ഞാൻ ദൈവത്തിന്റെ പുത്രനും പുത്രിയാ, അതുകൊണ്ട് ഭാവിയിൽ ഞങ്ങളും ആരും ആ ഒരു ചിന്തയോട് മുമ്പോട്ട് പോകണം. അതിനെന്തോ പറയുന്നത്? പറഞ്ഞാട്ട് വിശ്വാസം കാക്കുക. ആ കാക്കുന്ന ഒരു കാര്യങ്ങൾ ഈ ലോകത്തിലെ ആ കാര്യത്തിൽ നിന്ന് വേറെ, നമ്മൾ ആ കാത്തിരുന്ന കാര്യത്തിൽ എന്തോ പറയുന്നത്? വലിയ വാഗ്ദാനം, എക്സീഡിങ് ഗ്രേറ്റ് പ്രോമിസസ്.